നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇന്ന് ഞാൻ എൻ്റെ ബൈക്കൊന്ന് സർവീസ് ചെയ്യാനുള്ള ഒരാഗ്രഹത്താൽ എന്നാലും ഇറക്കി വെച്ച് ഒന്ന് കഴുകിയൊക്കെ എടുക്കാം എന്നൊക്കെ ആഗ്രഹിച്ച് വന്ന് നോക്കുമ്പോൾ ബൈക്കിൽ ഒരു മൺകൂട് അഥവാ ഒരു മൺവീട് കണ്ടു. ആ വീടിൻ്റെ ശില്പിയെ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഈ പറന്ന് വരുന്ന ശില്പിയാണ്. ഇപ്പോൾ കണ്ടോണം, ശില്പി പറന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എത്തിയിരിക്കുകയാണ്. അവൻ വളരെ പരിശ്രമപ്പെട്ട് എങ്ങാണ്ടു നിന്നൊക്കെ മണ്ണ് കുഴച്ചൊക്കെ അതിൻ്റെതായ ഒരു മെഷർമെൻറ്റിൽ നമ്മൾ സിമെൻറ്റൊക്കെ കുഴച്ചുകൊണ്ട് വരുന്ന പോലെ കൊണ്ടുവന്ന് എവിടെ നിന്നൊക്കെയോ കൊണ്ടുവന്ന് കുറേ നേരത്തെ അധ്വാനമാണ് ഈ കാണുന്നത്. പ്രിയമുള്ളവരെ, എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് നാം ഉൾപ്പെടെയുള്ള ആൾക്കാർ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ജീവിയും എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് ഈ ഒരു കൂട് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ദീർഘനേരത്തെ ഈ പരിശ്രമം എനിക്ക് ഈ വണ്ടിയിൽ നിന്നെടുത്ത് കളയാതിരിക്കാനും കഴിയുകയില്ല. വണ്ടി കഴിഞ്ഞ് വെച്ചുകൊണ്ടിരുന്ന വണ്ടി പക്ഷേ തുരുമ്പടിക്കാം, അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം, അല്ലെ വാഷ് ചെയ്യുമ്പോൾ എന്തായാലും ഇത് പോകും. പക്ഷേ അതിൻ്റെ ഒരു വലിയൊരു പരിശ്രമത്തെ പെട്ടെന്ന് തച്ചുടച്ച് കളയാൻ ഒരു വിഷമവും തോന്നുന്നുണ്ട്. അത് മറ്റൊരു സ്ഥലത്തായിരുന്നു നിർമ്മിച്ചതെങ്കിൽ ഒരു പക്ഷേ ഞാനിത് കളയാൻ തയ്യാറാകില്ലായിരുന്നു. വളരെ പരിശ്രമപ്പെട്ടാണ് പുള്ളി വളരെ ശ്രദ്ധയോടെയും നിഷ്ഠയോടെയും കൂടിയാണ് ഇതിൻ്റെ ഓരോ മൺതരികളും ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ ചെയ്തു വെച്ചേക്കുന്നുള്ളത് നമുക്ക് ക്യാമറ ഇറക്കി നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് കഴിയുന്നില്ല. വളരെ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അതേപോലെയാണ് ആ ജീവിയും എന്തൊക്കെയോ വലിയ വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് ഈ ഒരു മൺകൂടാരം, മൺകൊട്ടാരം അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്തായാലും ഈ കൂട് എനിക്ക് വണ്ടിയിൽ നിന്ന് കളയാതിരിക്കാൻ സാധിക്കുകയില്ല. എങ്കിലും അതിൻ്റെ ഒരു സ്വപ്നത്തെയാണ് തച്ചുടയ്ക്കുന്നുള്ള ബോധം എനിക്കുണ്ട്. എങ്കിലും കളയാതിരിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഇതിൻ്റെ ഇത്ര നാളത്തെ പരിശ്രമത്തെ ഞാൻ വിലയില്ലാതെ കാണത്തില്ല. തീർച്ചയായും ഈ കൂട് പതുക്കെ ഉടഞ്ഞു പോകാത്ത വിധം ഇളക്കി തൊട്ടടുത്തായിട്ട് മണ്ണിൽ ഒട്ടിച്ചു വെക്കും, മണ്ണുകൊണ്ട് ഒട്ടിച്ചു വെക്കും. അതിനെ തുടർന്ന് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ സന്തോഷമേ ഉള്ളൂ. അതിൻ്റെ ശില്പ കൊട്ടാരത്തെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റത്തുള്ളൂ.